നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ മെഡിറ്റേഷൻ ഒരിക്കലും ഡ്യൂട്ടി ആയിട്ട് കാണാണ്ടിരിക്കാം. നമ്മൾ ഒരു മെഡിറ്റേഷന് നമ്മളൊരു ജോലി നിത്യം ചെയ്യുന്നൊരു ജോലിയായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ നമ്മുടെ മനസ്സിന് അതൊരു ബേഡനായിട്ട് മാറും, ഒരു ഭാരമായിട്ട് മാറും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ മനസ്സിനെ ഒരു റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. സോ നമ്മളൊരു ഡ്യൂട്ടി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൂടുതലത് ഒരു ഭാരമായിട്ട് മാറുകയില്ല ചെയ്യുക. സോ സിംപ്ലി നമ്മൾ ഒരു ബേഡനായിട്ട് കാണാണ്ട്, ഡ്യൂട്ടി ആയിട്ട് കാണാണ്ട് സിമ്പിളായിട്ട് മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മൾ കമ്പാരിസൺ ചെയ്യാണ്ടിരിക്കുക. മറ്റുള്ളവരുമായിട്ട് നമ്മൾ മെഡിറ്റേഷനെ കമ്പാരിസൺ ചെയ്യാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആൾക്ക് സൈലൻസ് കിട്ടുന്നു, എനിക്കൊന്നും കിട്ടുന്നില്ല, അങ്ങനെയുള്ള നമുക്ക് തന്നെ നമ്മളോടൊരു സംശയം വരും, സെൽഫ് ഡൗട്ട് വരും. ഓക്കെ, അത് നമ്മുടെ മനസ്സിൽ ഫ്രസ്ട്രേഷൻ, നിരാശ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. സോ അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല മെഡിറ്റേഷനിൽ. മെഡിറ്റേഷൻ ആക്ച്വലി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് കൂടുതൽ ചെയ്യാം. സോ അത് നമ്മൾ വിട്ടേക്കാം. മൂന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ എക്സ്പീരിയൻസ് കിട്ടുന്നത് വെച്ച് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കരുത് എന്നാണ്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ് ലെവലിലോട്ട് പോകും. അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ ഒന്നുകൂടി ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ലെവലിലോട്ട് വരും. ആ ഒരു ചിന്തയിൽ, ആ ധാരണയിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കാതിരിക്കുക. അതൊക്കെ നമുക്ക് സ്വതവേ മെഡിറ്റേഷൻ ചെയ്ത എക്സ്പീരിയൻസിലൂടെ അത് കിട്ടുന്നതാണ്. നമ്മളത് ചിന്തയിലോട്ട് വലിച്ച് കൂടുതലായിട്ട് ഇഴച്ച് ആ ഒരു ധാരണയിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. സോ ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഒരു പ്രഷർ കൂട്ടാൻ വേണ്ടിയുള്ളതല്ല, പിന്നെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടല്ല, ഇത് മത്സര ഇന അല്ല. ഓക്കെ, പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ്, അതായത് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റും, ഭാവി പ്രവചിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഐറ്റമൊന്നുമല്ല. ജസ്റ്റ് സിംപ്ലി സമാധാനത്തോടെ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്ന ചിന്ത, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലോട്ട് വരുമായിരിക്കാം. ഇപ്പോൾ ഞാൻ വിശദീകരിച്ച കാര്യമെല്ലാം മനസ്സിലോട്ട് വരും. ഓക്കെ, അത് വരിക, നമ്മളതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒബ്സർവ് മാത്രം ചെയ്യുക, അതിനെ ഹണ്ട് ചെയ്യാണ്ട് ഒബ്സർവ് മാത്രം ചെയ്യുക. ഓക്കെ, അത് സ്ലോലി നമുക്ക് ഈ സാധനത്തിനെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് കൂടുതൽ കൺട്രോൾസും മെഡിറ്റേഷനിൽ കൂടുതൽ ഉയർന്ന തരത്തിലേക്ക് സ്ലോലി വരാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.